എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ്. സച്ചിയെ തേടി വലിയൊരു സൗഭാഗ്യമൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ രേവതി സച്ചി തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറുന്നതും ചന്ദ്രമതിക്കിട്ടും ശ്രുതിക്കിട്ടും നല്ല 8ന്റെ പണിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു രേവതിക്ക് വലിയ മാല കെട്ടിക്കൊടുക്കാനുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ വരുവാണ്. അങ്ങനെ അവര് എല്ലാരും കൂടെ കൂടി ചേർന്ന് രേവതി കുറച്ച് ചേച്ചിമാരെയൊക്കെ വിളിച്ചിരുത്തി മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രമതിക്കും ശ്രുതിക്കും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കാരണം മാല കെട്ടുന്നൊക്കെ ചന്ദ്രമതി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടു പോയി. അവസാനം ദേവുവിനെ ശ്രീകാന്തനെയും വെച്ചിട്ട് ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം അവരെ രണ്ടുപേരെയും കൂടെ വെച്ച് വർഷയോട് പറഞ്ഞൊരു ഏഷണി കയറ്റുവാണെങ്കിൽ ദേവു ഇവിടുന്ന് പൊക്കോളൂല്ലോ. അങ്ങനെയാണെങ്കിൽ താൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കൂല എന്നൊരു ചിന്ത ചന്ദ്രമതിയുടെ കുരുട്ടുബുദ്ധി തെളിവാണ്. അങ്ങനെ ചന്ദ്രമതി വർഷയെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ദേവും ശ്രീകാന്തും കൂടെ സംസാരിക്കുന്ന കേട്ടോ. അവര് തമ്മിൽ ഇങ്ങനെ സംസാരിച്ച് ശരിയാകത്തില്ല. അവര് പണ്ടേ എങ്ങനെയായിരുന്നു, അവര് ഭയങ്കര അടുപ്പത്തിലാ. മോള് സൂക്ഷിച്ചില്ലെങ്കിൽ ശ്രീകാന്തിനെയും കൊണ്ട് ദേവു അങ്ങോട്ടേക്ക് പോകുന്നൊക്കെ പറയാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വർഷ നേരെ എല്ലാവരും അടുത്തേക്ക് ഇരിക്കുന്നിടത്തേക്ക് വരുവാണ്. അപ്പൊ എല്ലാവരും തകൃതിയായിട്ട് മാല കെട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ വന്നിട്ട് വർഷ ഓരോരുത്തരോടും ചോദിച്ചു, അല്ല ശ്രീകാന്തും ദേവും കൂടെ സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോന്ന് ചോദിക്കാം. എല്ലാരും പറഞ്ഞു ഞങ്ങൾക്കൊന്നും തോന്നിയില്ല. കാരണം ചേച്ചിമാരൊക്കെ പറഞ്ഞു ദേവുവിനെ ഞങ്ങൾക്ക് പണ്ട് മുതലേ അറിയാം, ദേവു നല്ല കുട്ടിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല അവള് ശ്രീകാന്തിനോട് സംസാരിക്കുന്നതായിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷേങ്കില് വർഷ പറഞ്ഞു, പക്ഷേങ്കിൽ ഇവിടെ ചിലർക്ക് പ്രശ്നമുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, പക്ഷേ നീ എന്തേലും കാര്യത്തിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ദേവുവിനെ ആ കാര്യത്തിൽ തെറ്റിദ്ധരിക്കേണ്ട. ദേവു അങ്ങനത്തെ ഒരു കുട്ടിയൊന്നും അല്ല എന്ന് പറയണം. എനിക്കൊരു സംശയമില്ല രേവതേച്ചി, പക്ഷേങ്കിൽ അമ്മയ്ക്കാണ് സംശയം എന്ന് പറയണം. പിന്നീട് ചന്ദ്രമതി അങ്ങോട്ട് പഞ്ഞിക്കിടുവാണ് വർഷ പറഞ്ഞു, അമ്മേ പണ്ടത്തെ കാലമൊന്നും അല്ലത്, ഈ കാലം മാറിയതാ. ഇപ്പൊ ദേവും ശ്രീകാന്തും തമ്മിൽ സംസാരിച്ചതൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കും ഒരു സംശയമില്ല, അമ്മയ്ക്ക് മാത്രമേ സംശയമുള്ളൂ. അതുകൊണ്ട് അമ്മ കൂടുതൽ സംശയിക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ ഭർത്താവിനെ അറിയാം, എന്റെ ഭർത്താവ് അങ്ങനെ ഒരിക്കലും പോവില്ലെന്ന് അറിയാം. പിന്നെ അമ്മ എന്തിനാ എത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം? അമ്മ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതിനേക്കാൾ ഉപരി അച്ഛന്റെ ഫ്രണ്ട്സ് ഇവിടെ വരുവാണെങ്കിൽ അമ്മ അവരോട് പോയി സംസാരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ അച്ഛൻ അമ്മയെ സംശയിക്കുവോ എന്നൊക്കെ ചോദിക്കുക. ഇതിൽപ്പോ ഒരടി ചന്ദ്രമതിക്ക് കിട്ടായില്ല. ചന്ദ്രമതി ആകെപ്പാടെ നാണം കെട്ട് തൊലി ഉരിഞ്ഞു പോയി. ഇവള് തനിക്കിട്ട് പണി തന്നല്ലോ എന്നൊരു ചിന്ത ചന്ദ്രമതിയുടെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് ചന്ദ്രമതി പറഞ്ഞു, അമ്മ ഇനി ഈ കാര്യത്തിൽ ഇടപെടണ്ട കേട്ടോ എന്ന് പറയണം. എല്ലാരും കൂടെ ചന്ദ്രമതി അവിടെ ഇട്ട് കൊടയുവാണ്. ചന്ദ്രമതി ഇത്രയ്ക്ക് നാണം കെട്ടിട്ടില്ല. വർഷം നേരെ പോകുന്നില്ലേ, എന്തെങ്കിലും ഉണ്ട് തുറന്നടിച്ചു പറയും. ചന്ദ്രമതി പ്രതീക്ഷിച്ചില്ല. ഏഷണി കൂട്ടി കൊടുത്തു കഴിയുമ്പോൾ ചന്ദ്രമതി വിചാരിച്ചുകൊണ്ടിരുന്ന താൻ കൊടുക്കുന്ന ഏഷണി വലിച്ച് അങ്ങനെ ദേവുവിനെ ഇവിടുന്ന് ഓടിക്കുമെന്ന് വിചാരിച്ചിരുന്ന ചന്ദ്രമതി തന്നെ അവസാനം ഓടേണ്ടതായിട്ട് വരുവാണ്. അതിനുശേഷം രവീന്ദ്രന്റെ വക അത് വഴക്കും. രവീന്ദ്രൻ മുറിയിലേക്ക് വിളിച്ചോണ്ട് പോയിട്ട് നല്ല രീതിയിൽ തന്നെ ചന്ദ്രമതിന് ചീത്ത പറയണം. നിനക്ക് നാണമുണ്ടോ? നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? നീ ഒരു തള്ളയാണോ? സ്വന്തം മകന് നേരെ തിരിയുന്ന മകനെയും മരുമകളെയും കൂടെ തെറ്റിപ്പിരിക്കാണ്ട് നോക്കുന്നത് നീയൊക്കെ ഒരു തള്ളയാണെന്ന് ചോദിച്ചുകൊണ്ട് നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ട്. ചന്ദ്രമതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചന്ദ്രമതി ആകെപ്പാടം നാണം കെട്ടു പോവാണ്. പിന്നീട് ശരത്ത് ആന്റണിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. ആന്റണിയുടെ അടുത്ത് എന്നിട്ട് ആന്റണി മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചെല്ലുന്നത്. ശരത്ത് എന്നിട്ട് എനിക്കും മദ്യമൊക്കെ വേണമെന്ന് പറയാം. അങ്ങനെ ആന്റണിയുടെ കൂടെ ഇരുന്ന് കുടിക്കുകയൊക്കെ ചെയ്യുക. കുടിച്ചു കഴിഞ്ഞിട്ട് അപ്പം ആന്റണി ചോദിച്ചു, വീടിച്ചനും വഴക്ക് പറയത്തില്ലെന്ന്. അമ്മ നേരത്തെ കിടന്നുറങ്ങും. പിന്നെ ദേവു അവിടെ ഇല്ലാന്ന് പറയാണ്. ചോദിച്ചു കഴിഞ്ഞപ്പം ഇങ്ങനെ വലിയ ഓർഡർ കിട്ടിയിട്ടുണ്ട് ചേച്ചിക്ക്, അങ്ങോട്ടേക്ക് മാല കെട്ടാനായിട്ട് പോയേക്കുവാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ആന്റണിയുടെ മനസ്സിലൊരു കുടില ബുദ്ധി തോന്നുക. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പൊളിക്കണമല്ലോ. അപ്പം ഈ വിജയകുമാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ നേതാവാണ്. അങ്ങനെയാണെങ്കിൽ കൃത്യസമയത്ത് മാല കിട്ടാതെ വന്ന സമൂഹ വിവാഹത്തിന്റെ സമയത്ത് മാല കിട്ടിയാലേ പ്രശ്നമാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണം. ഒരു കാരണവശാലും ആ മാല അവിടെ എത്തില്ല നാളെ. അങ്ങനെയാണ് അതിനുള്ള പണി കൊടുക്കണമെന്ന് തന്നെ തീരുമാനിച്ചു. പിന്നീട് തന്റെ ശിങ്കിടികളെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. നാളെ ആ കെട്ടിയ 500 മാല ഒരു കാരണവശാലും ആ പന്തലിൽ എത്തല്ല. ആ പന്തലിൽ എത്താനുള്ള കാര്യങ്ങൾ നോക്കണം. അങ്ങനെ എത്താതിരുന്നിട്ടുണ്ടെങ്കിൽ അവർ സച്ചിനെ പിടിക്കും. സച്ചിന്റെ കൈയും കാലും തല്ലി ഓടിച്ചോളും. നമുക്ക് പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. നമ്മൾ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നൊക്കെ ഒരു തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. ഈ സമയം സച്ചിയെ രേവതി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. രാത്രിയിൽ എല്ലാവർക്കും ഉറക്കം വരാൻ തുടങ്ങി. കുറെ സമയം കെട്ടിക്കുമ്പോഴത്തേനും മാലയെ കെട്ടിക്കുമ്പോൾ ഉറക്കം വരുമല്ലോ. ഈ പറയുന്ന ചന്ദ്രമതിയോ ശ്രുതിയോ സുതിയോ ഒന്നും ആരും പോയി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് മുറി പോയി കിടന്നുറങ്ങാൻ പറ്റും. ഇവിടെ എല്ലാവരും ഹാളിരുന്ന് മാല കിട്ടുമല്ലേ, അവരും അങ്ങനെ ഇരിക്കുവാണ്. പിന്നീട് ശ്രുതി ശ്രീകാന്ത് എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം ശ്രുതിയൊക്കെ വേണ്ടാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എങ്കിൽ നല്ല അടിപൊളി ഫുഡ് ശ്രീകാന്ത് എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും സഹിച്ചില്ല. രണ്ടുപേരും കട്ടുപോയി തിന്നുവാണ് അടുക്കളയിൽ പോയിട്ട് ശ്രുതിയും കൂടെ.
ഇത് അങ്ങോട്ടേക്ക് വന്ന് സച്ചി കണ്ടു. സച്ചി ഭാഗ്യം കൊണ്ടൊന്നും പറഞ്ഞില്ല. കാരണം ഫുഡല്ലേ, അങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ ഒന്നും പറയാൻ കൊള്ളത്തില്ലല്ലോ എന്നുള്ള സച്ചി ഒന്നും മിണ്ടിയില്ല. പക്ഷേങ്കിൽ ആദ്യം മര്യാദയ്ക്ക് വേണമെങ്കിൽ മേടിച്ച് കഴിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അവരുടെ ഈഗോ സമ്മതിച്ചില്ല. കാരണം ഈ മാല കിട്ടുന്ന സമയത്ത് അവർക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന ഫുഡല്ലേ, അപ്പൊ അത് കൂട്ടൊക്കെ മേടിച്ച് കഴിച്ചാൽ എങ്ങനെയാ, തങ്ങൾക്ക് കുറച്ചിലല്ലേ എന്നൊരു ചിന്തയായിരുന്നു ഈ ശ്രുതിയുടെ മനസ്സിൽ. പക്ഷെ വിശപ്പിനോളം വിളി വേറൊന്നും ഇല്ലല്ലോ. വിശപ്പ് മൂത്ത് കഴിയുമ്പോൾ അത് മാത്രമല്ല, ഉണ്ടായിക്കൊണ്ട് വന്ന ഫുഡിന്റെ മണം കിട്ടി കഴിയുമ്പോഴത്തേനും രണ്ടുപേർക്കും ഇരിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് അടുക്കളയിൽ പോയി കട്ടെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം അവരും വന്ന് ഇരിക്കുവാണ്. ഉറക്കം വന്നു കഴിയുമ്പോഴത്തേനും വർഷ പറഞ്ഞു, ഉറക്കം വരാതിരിക്കാൻ ഒരു മാർഗം ഉണ്ടെന്ന് പറയണേ. എന്ത്, നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും അന്താക്ഷരി കളിക്കുകയൊക്കെ ചെയ്താലെന്ന് ചോദിക്കണം. അന്താക്ഷരിയോ? ഇത് കേട്ട ദേവ് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ നേരത്തെ മാല കിട്ടുന്ന സമയത്തെ ഞങ്ങൾ വീട്ടിൽ എന്ത് ചെയ്യുന്നറിയാവോ, ഇവലെ ആഘോഷങ്ങളൊക്കെ വരുന്ന കുറെ ഓർഡറുകൾ കിട്ടുന്ന സമയത്ത് പാട്ട് പാടും. പാട്ട് പാടുവോ? അത് നല്ല കാര്യമുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് അങ്ങനെ ചെയ്യാന്ന് പറയണം. പാട്ട് പാടി മാല കെട്ടാം. അപ്പൊ പൂവിനെ കുറിച്ചുള്ള പാട്ട്, പൂ ചേർത്ത് വരുന്ന പാട്ട് വേണം പാടാനായിട്ട് എന്നൊക്കെ പറയണം. അങ്ങനെ ആദ്യം രേവതിയെ കൊണ്ട് പാടിച്ചു, സച്ചിനെ കൊണ്ട് പാടിച്ചു, എല്ലാവരും അങ്ങനെ പാടുവാണ്. അവസാനം വർഷയെ ശ്രീകാന്തും ഒക്കെ ഡാൻസും കൂടെ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഹാപ്പി. ഭാമയുടെ കണ്ണു വരെ നിറഞ്ഞു വന്നു. ഭാമ ചന്ദ്രമതിയെ വിളിച്ചിട്ട് പറഞ്ഞു, ദേ ഇന്ന് ഈ നിമിഷം നീ എന്നെ വിളിച്ചാൽ നിന്നോട് ഞാൻ നന്ദി പറയാന്ന് പറയാം. ഇതോടെ ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചന്ദ്രമതിയോട് ഭാമ നിനക്കറിയത്തില്ലാത്തോണ്ടാ എല്ലാരും കൂടെ കൂടി ചേർന്ന പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് രസമാണെന്നറിയാവോ. എന്റെ വീട്ടിൽ ഈ സുഖ സൗകര്യമൊന്നുമില്ല. എന്റെ മരുമോൾ എന്റെ മോനെ വിളിച്ചോണ്ട് പോയി, ഞാൻ ഒറ്റപ്പെട്ട് കഴിയുക. നീ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യമുള്ളവളാ. പക്ഷെ ചന്ദ്രമതിക്ക് അറിയാവോ, ചന്ദ്രമതിക്ക് ഈ കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്ന്. ചന്ദ്രമതിക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ചന്ദ്രമതിക്ക് കുറച്ച് പണം വേണം, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ കിട്ടുന്ന സ്നേഹത്തിന്റെ ഇത് മൂല്യം എന്താണെന്ന് ചന്ദ്രമതി ഇതിലായിട്ടും തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ ഭാമയ്ക്കറിയാം. ഭാമ അത് പറയുകയും ചെയ്തു, ചന്ദ്രേ നിനക്ക് ഇങ്ങനെ മക്കളെ കിട്ടണമെങ്കിലും ഇങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടണമെങ്കിലും നീ പുണ്യം ചെയ്യണം, അതുകൊണ്ടാണ് നിനക്കിത് കിട്ടിയെന്ന്. പക്ഷെ നീ അത് അറിയാതെ പോയേക്കോ എന്നൊക്കെ പറയണം. പക്ഷെ ചന്ദ്രമതിക്ക് ഒരു പുച്ഛഭാവമൊക്കെ ആയിരുന്നു. ഓ ഇതൊക്കെ എന്താ എന്നൊരു രീതിയൊക്കെ ആയിരുന്നു ചന്ദ്രമതിക്ക്. അങ്ങനെ രാത്രിയിൽ ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കിടന്നുറങ്ങി. പക്ഷെ രേവതിക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ. 3 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ രേവതി ഉറങ്ങാതിരിക്കുകയാണ്. സച്ചി ഇടയ്ക്കൊന്ന് കണ്ണടച്ച് തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും രേവതി മാല കെട്ടിക്കൊണ്ടിരിക്കുക. രേവതി അങ്ങനെ കിട്ടുന്ന കഴിയുമ്പോൾ സച്ചിക്ക് സങ്കടം വന്നു. എല്ലാവരും കിടന്ന് മയങ്ങി. കാരണം അവിടെ തന്നെ കിടന്ന് മയങ്ങുവാണ്. രേവതിക്ക് വേണ്ടി ചായ കിട്ടണം കൊടുക്കുന്നുണ്ട് സച്ചി. രേവതിക്ക് ഭയങ്കര സന്തോഷമായി. ഒന്നുമില്ലെങ്കിലും തന്റെ ഭർത്താവ് തന്നോടൊപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ള വിചാരമുണ്ട്. നേരം വെളുത്തപ്പത്തേനും എന്താണെങ്കിലും മാലയൊക്കെ 500 മാല കെട്ടി സെറ്റാക്കി. പിന്നീട് അത് കൊണ്ടേ കൊടുക്കണമല്ലോ. അതിനുവേണ്ടി വണ്ടിയൊക്കെ വിളിച്ച് എല്ലാം സെറ്റാക്കി വണ്ടിയെ മാല എല്ലാം കയറ്റി വെച്ചു. ഓരോ ബോക്സ് ആക്കി മാല എല്ലാം കയറ്റി വെച്ചു. അതിനുശേഷം സച്ചി അതിനകത്തുനിന്ന് 2 മാലയൊക്കെ എടുത്തിട്ട് എൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. വണ്ടിയെ ചാലിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. രേവതിയോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ഇതെന്തിനാ സച്ചിയേട്ടാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇത്രയും മാല കെട്ടിയതല്ലേ, അപ്പോൾ ഒരു ഫോട്ടോയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറയണം. അങ്ങനെ മാലയൊക്കെ കൊടുത്തുവിട്ട് അവർ സന്തോഷിച്ചിരിക്കുകയാണ്. പിന്നീട് അനൂപിനോട് വിളിച്ചു പറഞ്ഞ് മാലയൊക്കെ ഇവിടെ നിന്ന് കയറ്റി വിട്ടണമെന്ന് പറയണം. അങ്ങനെ മാല അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം, ആന്റണിയുടെ ഗുണ്ടകൾ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആമാരെ കണ്ടു ഈ വണ്ടി ഏത് വണ്ടിക്കാണ് വിടുന്നതെന്നൊക്കെ. ആമാര് വണ്ടിയെ ഫോളോ ചെയ്യുവാണ്. ഇടയ്ക്ക് ഡ്രൈവർ എന്ത് ചെയ്യണം, വണ്ടി ടയർ പഞ്ചറായതുകൊണ്ടപ്പോൾ വണ്ടി ഒതുക്കിയിട്ടിട്ട് ടയറിന്റെ കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവന്മാര് വണ്ടിയും കടത്തിക്കൊണ്ട് പോയി ആന്റണിയുടെ ഗുണ്ടകള്. ഈ സമയം ഡ്രൈവർ തിരിഞ്ഞു നോക്കിയപ്പോൾ വണ്ടിയില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരു നിമിഷം ഡ്രൈവർ അന്തം വിട്ടുപോയി. ആ സമയം മാല കിട്ടേണ്ട സമയമായിട്ട് മാല കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ അനൂപിന് ആകപ്പാട് ടെൻഷനായി. അനൂപിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സച്ചി ഈ കാര്യങ്ങളോട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അനൂപ എന്ന് വിവരങ്ങളൊക്കെ വിജയകുമാറിനോട് പറയണം, നേതാവിനോട് പറയണം. അയാള് അനൂപിനെ കുറെ തല്ലുമൊക്കെ ചെയ്തു. മര്യാദയ്ക്ക് കൃത്യസമയത്ത് തന്നെ മാല ഇവിടെ എത്തിച്ചില്ല, നിന്നെയൊന്നും വെച്ചേക്കത്തില്ല, അറിയാലോ. ഇതെങ്ങാനും കല്യാണം എങ്ങാനും മുടങ്ങിപ്പോയി നാണക്കേടായിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുവാണ്. അവസാനം അനൂപ് പറഞ്ഞു, ഞാൻ അവനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നൊക്കെ പറയാണ്. പക്ഷേങ്കിൽ വിളിച്ചിട്ട് സച്ചി എടുത്തിട്ടുണ്ടായിരുന്നില്ല. സച്ചി അറിഞ്ഞിട്ടില്ലായിരുന്നു ഫോൺ വിളിക്കുന്നത്. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനുമാണ് സച്ചി അറിയണേ ഇങ്ങനെ മാല എത്തിയിട്ടില്ലെന്നുള്ള കാര്യമൊക്കെ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. അവസാനം സച്ചി ഓർത്തു, താൻ ആ വണ്ടിയുടെ അടുത്ത് ചാരുന്ന ഫോട്ടോ ഉണ്ടല്ലോ ഫോണിനകത്ത്. അങ്ങനെ രേവതിയുടെ ഫോണിനകത്തുനിന്ന് ഫോട്ടോ ഒക്കെ മേടിച്ച് പോയി കഴിയുമ്പോഴത്തേനും വണ്ടി നമ്പരെ കിട്ടുവാണ്. പിന്നീട് എന്ത് ചെയ്യണം, സച്ചി ഇപ്പോൾ ഓട്ടോ ഓടിക്കല്ലേ, തന്റെ ഫ്രണ്ട്സിനെല്ലാം അത് അങ്ങോട്ട് അയച്ചു കൊടുത്തു. ഗ്രൂപ്പിനകത്ത് വിട്ടു, ഈ വണ്ടിയും അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണമെന്നൊക്കെ പറയണം. അങ്ങനെ എല്ലാവർക്കും മെസ്സേജ് കിട്ടി. എല്ലാവരും പോകുന്ന വഴിക്കൊക്കെ അന്വേഷിച്ചു. മഹേഷും എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. അവസാനം സച്ചിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു, ആ വണ്ടി കണ്ടെന്ന്. ഇതറിഞ്ഞു ഇപ്പൊ സച്ചിക്ക് സന്തോഷമായി. സച്ചിന്റെ അവധി ഇങ്ങനെ പോവാണ്, വണ്ടി ഫോളോ ചെയ്ത് പോവാണ്. അവസാനം ഓരോരുത്തിട്ട് അവന്മാരെ പിടിച്ചു. ആന്റണിയുടെ ഗുണ്ടകൾ ഒരുത്തനെ പിടിച്ചിട്ട് 4 വഴിക്കൊന്നും ഇഷ്ടം പോലെ കൊടുത്തു അവനിട്ട്. അങ്ങനെ അവസാനം തല്ലുകൊണ്ട് അവൻ കിടന്നു കഴിഞ്ഞിട്ട് അവൻ ഇറങ്ങി ഓടുവാണ്. അവനെ പിടുത്തം കിട്ടിയില്ല. രേവതി ഇനിയിപ്പോൾ അവന്റെ പുറകെയൊന്നും പോണ്ട, അത്യാവശ്യത്തിന് മാലയല്ല വേണ്ട, മാല കൊണ്ട് കൊടുക്കാന്ന് പറയാണ്. അങ്ങനെ മാലയും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിജയകുമാർ ഭയങ്കര ദേഷ്യപ്പെട്ട് സച്ചിയോട് സംസാരിക്കുകയാണ്. മാല ഇല്ലെന്ന് പറയാൻ വേണ്ടി നീ വന്നതല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, നിന്നെ ഒന്നും വെറുതെ വിടത്തില്ല, നിന്നെ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുവാണ്. അവസാനം
സച്ചി പറഞ്ഞ് അതൊന്നും അല്ലാന്ന് പറയണ. മാല ആരോ തട്ടിക്കൊണ്ട് പോയതെന്നൊക്കെ പറയണം. അയാൾ ആദ്യം വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കിയില്ല. അവസാനം സച്ചി തെളിവ് സഹിതം കാണിച്ചു തന്നു താൻ രാവിലെ എടുത്ത ഫോട്ടോ മാല കയറ്റിവിട്ട സമയത്ത്. പിന്നീട് തട്ടിക്കൊണ്ട് പോയതിന് ശേഷം തൻ്റെ കൂട്ടുകാർക്കൊക്കെ വോയിസ് മെസ്സേജ് അയച്ചു. എല്ലാ ആൾക്കാരെ അന്വേഷിച്ച് നടക്കുന്ന എല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അവസാനം അയാൾക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. അപ്പം അയാളുടെ വിചാരം എന്താ? വിജയകുമാറിൻ്റെ തൻ്റെ എതിർകക്ഷിക്കാരനാണ് ഇലക്ഷൻ നിൽക്കുന്നത്, അയാളായിരിക്കും ഈ ചതി ചെയ്തിരിക്കുന്നത്. താനായ ഇലക്ഷനിൽ നിന്ന് തോറ്റുപോകാൻ വേണ്ടിയിട്ട് ഈ സമൂഹ വിവാഹം നടക്കാതിരിക്കുകയാണെങ്കിൽ ആൾക്കാരെല്ലാം തനിക്ക് നേരെ തിരിയുമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പണിയാന്നൊക്കെ അയാൾ വിചാരിച്ചു. പിന്നീട് സച്ചിയോട് ഒത്തിരി നന്ദിയൊക്കെ പറയുന്നുണ്ട്. എന്താവശ്യം വന്നാലും എന്നെ വിളിക്കണം, എന്നെ വിളിക്കാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ തുക മൊത്തം രേവതിക്ക് കൊടുക്കുകയാണ്. അത് മാത്രമല്ല സച്ചിക്ക് എക്സ്ട്രാ 5000 രൂപ കൂടെ കൊടുക്കുന്നുണ്ട്. സച്ചി വേണ്ടാന്ന് പറഞ്ഞാലും അയാൾ നിർബന്ധിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞ് ഇനി എന്തെങ്കിലും ആവശ്യം വന്നാൽ മതി, എൻ്റെ അടുത്തേക്ക് ഓടി വന്നാൽ മതി, എപ്പോഴും ഞാൻ കൂടെ ഉണ്ടായിരിക്കും. കാരണം ഈ ഇലക്ഷനിൽ നീ കാരണമായിരിക്കും ഞാൻ ജയിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ ആദ്യം മാല കിട്ടി അയാളുടെ കൊടുത്തിരുന്നെങ്കിൽ അയാൾ മാലയും കൊണ്ട് വരത്തില്ലായിരുന്നു. ഇപ്പം നീ ശരിക്കും പറഞ്ഞാൽ മാല കൊണ്ടുവരാനായിട്ട് എത്രമാത്രം കഷ്ടപ്പെട്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായെന്നൊക്കെ പറയാണ്. അങ്ങനെ സച്ചിനെ പുകഴ്ത്തുന്നൊക്കെയുണ്ട്. സച്ചി സന്തോഷത്തോട് കൂടിയിട്ടാണ് വരുന്നത് തന്നെ. ആ സമയം ശ്രുതി ബ്യൂട്ടി പാർലറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ശ്രുതി അങ്ങോട്ട് കയറി ചെന്നപ്പോഴത്തേനും ആ ഒരു കാഴ്ച കാണുന്നത്, കടയുടെ പേര് മാറ്റി ഗ്രീൻ ബ്രാൻഡ് എന്നാക്കി. ഈ പേര് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം അമ്പരന്ന് പോയി. ഇത്ര നാളും ചന്ദ്രമതി എന്നായിരുന്നു പേര്, ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് എന്നായിരുന്നു. ആ പേര് മാറ്റി. ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു ശ്രുതിക്ക്. പിന്നീട് ശ്രുതി അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. അതെ, ഇത് മറ്റൊരു ഫ്രാഞ്ചൈസിൻ്റെ കൈമാറി. കാരണം കുറേ ബ്രാഞ്ചസൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിജയലക്ഷ്മി എന്നുള്ള പേര് പിന്നെ നമുക്കിടാം. ഇപ്പം തൽക്കാലത്തേക്ക് നമുക്ക് ഈ പേര് മതി. ഈ പേരാണെങ്കിൽ നല്ലതാണ്, കുറേ ബ്രാഞ്ചസൊക്കെ ഉണ്ട് ഈ പേരിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമുക്ക് കുറേ ലാഭം കാര്യങ്ങളൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് സന്തോഷമായി. കുറേ പൈസ കിട്ടുമല്ലോ, ലാഭം കിട്ടുമല്ലോ വേറെ ഒരു ബ്രാഞ്ചിന് കൈമാറിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണ് നല്ല കാര്യമല്ലേ എന്നൊക്കെ ഓർത്തുകൊണ്ട് ശ്രുതി നേരെ വീട്ടിലേക്ക് വന്നത് ചന്ദ്രമതിയോടൊക്കെ പറയുകയാണ്, രവീന്ദ്രനോടും. അപ്പോഴേക്കും സച്ചിൻ രേവതിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ എങ്കിൽ രവീന്ദ്രനും ഈ പറഞ്ഞ സച്ചിക്ക് സത്യാവസ്ഥ അറിയാലോ, ശരിക്കും അത് വിറ്റാന്നുള്ള കാര്യമൊക്കെ. അവർ പക്ഷെ ഒന്നും പറയാനൊന്നും പോയില്ല. പിന്നീട് ശ്രുതി അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ഈ സമയം രേവതിയോട് സച്ചി പറഞ്ഞൊരു കാര്യം ചെയ്യാം, നീ നിന്റെ വേണ്ട ഞാൻ ഇതിന്റെ പേര് മാറ്റിക്കോ പൂക്കടയുടെ എന്ന് പറയണം. അപ്പം രേവതി പറഞ്ഞു വേണ്ട, ഞാൻ പൂക്കടയുടെ പേരൊന്നും മാറ്റാൻ പോകുന്നില്ല, അതെപ്പോഴും ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് തന്നെയായിരിക്കും ഇരിക്കുന്നത്, അതിൻ്റെ ഒരു മാറ്റം വരാൻ പോകുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അങ്ങനെ വേണമെന്ന് പറയണം. ആ സമയത്ത് ശ്രുതി അങ്ങോട്ട് വന്നു. ശ്രുതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് ശ്രുതി ഒന്ന് പറയുന്നു. ശ്രുതി പറയാതിരിക്കാൻ വേണ്ടി ഓടി വന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. പിന്നീട് ചന്ദ്രമതിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ശ്രുതി. അമ്മേ, ഇതിന് ശേഷം ഇച്ചിരി ബ്രാഞ്ചൊക്കെ ആയി കഴിഞ്ഞ ശേഷം നമുക്ക് ചന്ദ്രമതി എന്നുള്ള പേര് വീണ്ടും കൊണ്ടുവരാം, അതുവരെ അമ്മയെ ക്ഷമിക്കാനൊക്കെ പറയുന്നുണ്ട്. ചന്ദ്രമതിക്ക് പക്ഷെ കട്ടക്കലിപ്പായിരുന്നു. ചന്ദ്രമതിക്ക് അങ്ങോട്ട് സഹിച്ചില്ല അങ്ങോട്ട്. ചന്ദ്രമതി അതിന്റെ പേരിൽ കുറെ ചീത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശ്രുതിനെ അപ്പോഴൊന്നും പറഞ്ഞില്ല, മുറിക്കകത്തേക്ക് വിളിച്ചു കയറ്റിയിട്ട് നല്ല ചീത്ത പറയാണ്. പക്ഷെ ശ്രുതി അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ഇത്രയും ചീത്ത പറയുന്നത്. അപ്പൊ ഇപ്പോഴിതാ അവസ്ഥയെങ്കിൽ തന്റെ കല്യാണം കഴിഞ്ഞാൽ തനിക്കൊരു കുഞ്ഞുണ്ടെന്നൊക്കെ അറിഞ്ഞാൽ തന്റെ യഥാർത്ഥ ചരിത്രം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ തല്ലിക്കൊല്ലും എന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലായി. പിന്നീട് രേവതിക്ക് ഈ പൂമാല കിട്ടിയത് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചിമാർക്ക് പൈസ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ചേച്ചിമാർ മേടിച്ചില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഉപകാരം ചെയ്യുമ്പോൾ ഞങ്ങൾ പൈസയൊന്നും മേടിക്കില്ല എന്ന് പറഞ്ഞു. എല്ലാം കഴിച്ച് ഒരു 19,000 രൂപ രേവതിക്ക് ലാഭം കിട്ടി. പൂവിന്റെ പൈസയും കൊടുത്ത് വണ്ടി ഓടിയതിന്റെ ബാക്കി എല്ലാ ചെലവുകളും കഴിച്ചിട്ട് അത്ര പൈസ ലാഭം ഉണ്ടായിരുന്നു. രേവതിക്ക് സന്തോഷമായിരുന്നു. പിന്നീട് രേവതി മഹേഷിന്റെ അടുത്തേക്ക് എല്ലുവാണ്. മഹേഷിന്റെ അടുത്ത് ചെന്നപ്പോൾ മഹേഷാണ് പറയണേ, സച്ചി ഒരു സെക്കൻഡ് കാർ എടുക്കാൻ വേണ്ടി 1-2 ദിവസം പോയിട്ടുണ്ടായിരുന്നു, അവൻ്റെ ഒരു കാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നൊക്കെ പറയാം. ഇത് കേട്ടപ്പോൾ രേവതിക്ക് ഒരു ഇത് തോന്നി. അങ്ങനെയാണെങ്കിൽ ആ കാറൊന്ന് പോയി കണ്ടേക്കാന്ന് കരുതുവാണ്. അങ്ങനെ പോയി നോക്കി കഴിഞ്ഞപ്പോൾ അതിന് 3 ലക്ഷം രൂപ പറഞ്ഞേ. 3 ലക്ഷം രൂപ ഇല്ല, പക്ഷെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചാൽ മതി, സീസ് ഇട്ട് അടച്ചാൽ മതി. കുറച്ച് പൈസ ആദ്യം കൊടുക്കണം, ഒരു 80,000 രൂപ കൊടുക്കണം. രേവതി ഓർത്തു 50,000 രൂപ കയ്യിലുണ്ട്, ഒരു 10,000 രൂപയും കൂടെ പൂവൊക്കെ വിറ്റ് കിട്ടിയ പൈസ കയ്യിലുണ്ട്, എന്നാലും 20 രൂപയും കൂടെ വേണം, അതിനെന്താ ചെയ്യണ്ടേ എന്ന് കരുതിയിട്ട് അവസാനം ദേവുവാണ് ആ വഴി പറഞ്ഞു കൊടുക്കുന്നത്. പുതിയതായിട്ട് പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ഒരാളുണ്ട്, ഗജാനന്ദന്റെ കാലമൊക്കെ കഴിഞ്ഞു, ഇപ്പൊ പുതിയതായിട്ട് ഒരാൾ കൊടുക്കുന്നുണ്ട്, അയാളോട് ചോദിക്കാൻ പറയണ. അങ്ങനെ അയാളെ രേവതി പോയി കണ്ട് ബാക്കി 20,000 രൂപ കൂടെ മേടിക്കുകയാണ്. 20,000 അങ്ങനെ കുറച്ച് പൈസയും കൂടെ മേടിച്ച് എല്ലാം സെറ്റ് ചെയ്യുകയാണ്. കാറ് മേടിക്കാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഒക്കെ ആക്കി. പിന്നീട് മഹേഷിനോടൊപ്പം ചെന്നിട്ട് കാറൊക്കെ നോക്കി പൈസ എല്ലാം കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷമാണ് സച്ചിനെ കൊണ്ടില്ലെന്ന്. പിന്നീട് സച്ചിയോട് വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ചു നോക്കാൻ പറയണം. അപ്പോൾ കൂട്ടുകാരനെ എടുക്കാൻ വേണ്ടിയിട്ടാ നീ ഒന്ന് ഓടിച്ചു നോക്കി അഭിപ്രായം പറയാനൊക്കെ മഹേഷ് പറയാം. സച്ചി ഓടിച്ചു നോക്കിയിട്ട് എല്ലാം സൂപ്പറാണ്, നല്ല കിടിലം വണ്ടിയാണ്,
ഇതാ മേടിച്ചു കൊടുത്തേരെ, അവനോട് വന്ന് മേടിക്കാൻ പറ, ഇത് കിട്ടുവാണ് അവന്റെ ഭാഗ്യമാണ്, എഞ്ചിനൊക്കെ നല്ല എഞ്ചിനും കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് സച്ചി പറയുന്നുണ്ട്. സച്ചിക്ക് വണ്ടി ഇഷ്ടപ്പെടുന്നു മനസ്സിലായി. പക്ഷെ ആ സമയത്തും രേവതി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വണ്ടി പൂജിക്കാനായിട്ട് കൊണ്ടുപോകണം. അപ്പം മഹേഷാണ് അമ്പലത്തിനവിടെ വണ്ടി കൊണ്ടുപോയിടുന്നത്. ആ സമയം രേവതി സച്ചിനെ വിളിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോവാ. എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ രേവതി സച്ചിയോട് പറഞ്ഞു, അതെ നമുക്കൊന്ന് പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞാൽ പോകുന്നേ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മയും ദേവും അവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ആ കാറ് കിടക്കുന്ന കണ്ടപ്പം സച്ചി ഓർത്ത് എന്താ അവന്റെ കൂട്ടുകാരൻ മേടിച്ചതായിരിക്കും ആ കാറ്, മഹേഷിന്റെ കൂട്ടുകാരൻ മേടിച്ചതായിരിക്കും. അതോർത്ത് ഇങ്ങനെ നിന്നു. പിന്നീട് പൂജാരി വന്ന് വണ്ടി പൂജിക്കുന്നതിന് മുമ്പ് തന്നെ ദേവ് ഒരു മാലയെ കൊണ്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്ക് കാര്യം മനസ്സിലായില്ല. ഇതെന്തിനാ നമ്മൾ കൊണ്ട് മാല ഇടുന്ന രീതിയായി. അവസാനമാണ് മഹേഷ് ആ കാര്യം പറയണേ, എടാ ഇത് നിന്റെ വണ്ടിയാന്ന്. എന്റെ വണ്ടി. ഒരു നിമിഷം സച്ചി ഞെട്ടിപ്പോയി, സച്ചിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അതിനുശേഷം പറഞ്ഞു, എടാ നിന്റെ വണ്ടിയാ, നിന്റെ ഭാര്യ നിനക്ക് വേണ്ടി വാങ്ങിയതാന്ന്. സച്ചി ശരിക്കും ഞെട്ടി. എനിക്ക് വേണ്ടി വാങ്ങിയതോ? അത് നിനക്ക് വേണ്ടി നിന്റെ ഭാര്യ വാങ്ങിയതാണ്. രേവതിയുടെ മാത്രം തിരിച്ചറിയുകയാണ് സച്ചി. പിന്നീട് സച്ചി ചോദിച്ചു, എന്തിനാ ഇതേക്ക് വാങ്ങിയെന്ന് ചോദിച്ചു. പറഞ്ഞു, അത് പിന്നെ എനിക്ക് കിട്ടിയ പൈസ കൊണ്ട് മൊത്തം പൈസ കൊടുത്ത് വാങ്ങിയോ, പിന്നല്ലാതെ സച്ചേണ്ണായിട്ട് കൊണ്ടുത്തന്ന ഓർഡറല്ലേ, അപ്പൊ എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടേ. സച്ചേണ്ണ ഇങ്ങനെ ഓട്ടോറിക്ഷ ഓടിക്കുന്നതുകൊണ്ട് സഹിച്ചില്ല, അതുകൊണ്ട് ഞാൻ സച്ചേണ്ണ വേണ്ടി വാങ്ങിയതൊക്കെയാന്ന് പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചിയുടെ കണ്ണ് നിറഞ്ഞു പോയി. അങ്ങനെ രേവതിനെ ആദ്യം വണ്ടിക്കകത്ത് കയറ്റി സച്ചി വണ്ടിയൊക്കെ പോയിച്ചതിന് ശേഷം പോവുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ, അവർ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറി. അങ്ങനെ കാറ് കയറി ഇരുന്നപ്പോഴത്തേനും സച്ചിയുടെ കയ്യിലേക്ക് രേവതി പിടിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് അവർ അകലിച്ചലായിരുന്നല്ലോ. അങ്ങനെ അവരുടെ പിണക്കങ്ങളൊക്കെ മാറി വീണ്ടും അവർ സന്തോഷത്തിലേക്ക് പോകുന്ന സന്തോഷകരമായ കാഴ്ചകളൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അപ്പൊ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ അതോടൊപ്പം തന്നെ നാളെ ഉച്ചയ്ക്ക് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പിറ്റേ ദിവസത്തെ വിശേഷങ്ങളെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിപ്പോ നെക്സ്റ്റ് വീക്ക് പ്രൊമോ ആയിട്ടോ ചാനലത്ത് അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.